അതേസമയം യഥാർത്ഥത്തിൽ ഇസ്ലാമിക ആദർശം എന്നാൽ ഇസ്ലാമിക ആദർശത്തിന് പറയാനുള്ളത് മനുഷ്യരുടെ രക്ഷയെക്കുറിച്ചാണ്. ആ രക്ഷയുടെ മാർഗത്തെക്കുറിച്ചാണ്. ആ മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ കൃത്യവും ക്ലിപ്തവുമായ വളരെ വ്യക്തമായ ചില വസ്തുതകൾ ഇസ്ലാമിനെ സംസാരിക്കുവാനുണ്ട്. മാർഗത്തെക്കുറിച്ച്, വഴിയെക്കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും അന്ധമായ ഒരു മാർഗത്തിലൂടെ കടന്നു പോകണമെന്നല്ല ഇസ്ലാമിന് പറയാനുള്ളത്. മറിച്ച് പരീക്ഷിച്ച് പരിശോധിച്ച് പൂർണ്ണമായും ബോധ്യപ്പെട്ട് തെളിഞ്ഞ മാർഗമായി വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം യഥാർത്ഥത്തിലുള്ള മാർഗത്തിലൂടെ കടന്നു പോകണമെന്നാണ് ഇസ്ലാമിന് മനുഷ്യ സമൂഹത്തോട് പറയുവാനുള്ളത്. അതല്ലാതെ ജനിച്ചുപോയി എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുക എന്ന അന്ധമായ നിലപാടുകൾക്കല്ല ഇസ്ലാം മനുഷ്യരോട് പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് കൃത്യമായ ബോധ്യത്തോടുകൂടി വ്യക്തമായ പഠനത്തിലൂടെ ഇസ്ലാമികമായ പ്രമാണങ്ങളെ പരിശോധനാ വിധേയമാക്കുകയും അങ്ങനെ പരിശോധനാ വിധേയമാക്കി ഇത് ദിവ്യമാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ പക്കൽ നിന്ന് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വഴിയാണ് എന്ന് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ ആ വഴിയിലൂടെ മാത്രം നടന്നു പോവുക എന്ന ആശയമാണ് ഇസ്ലാമിന് ലോകത്തിന് മുന്നിൽ വെക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ഉയർത്തിക്കാണിച്ച് ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യരാശിയെ മുഴുവനും. ഖുർആനിന്റെ വെല്ലുവിളികള് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ കൃത്യമായി മനുഷ്യലോകത്തെ വിളിച്ചുകൊണ്ട് വെല്ലുവിളിച്ച കാര്യങ്ങളുണ്ട്. എന്തിനു വേണ്ടി ഖുർആൻ വെല്ലുവിളിച്ചു? എന്തിനു വേണ്ടി പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തോട് അഭിമുഖമായി നിന്ന് മനുഷ്യ സമൂഹമേ ഇത് ദൈവിക ഗ്രന്ഥമാണ്, അതല്ല എന്ന് തെളിയിക്കുവാൻ സന്നദ്ധതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സന്നദ്ധമാകണമെന്ന് വെല്ലുവിളിച്ചു. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങളിലൂടെ ഖുർആൻ വെല്ലുവിളിക്കുകയാണ് മനുഷ്യരെ മുഴുവനും. നിങ്ങൾ ആരെങ്കിലും ഈ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് സംശയത്തിലാണെങ്കിൽ, ഖുർആനിനെ കുറിച്ച് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിതാ തുറന്ന വെല്ലുവിളി, പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി ദിഗന്ധങ്ങളെ ഭേദിക്കുമാർ ഉച്ചത്തിൽ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നടത്തുന്ന വെല്ലുവിളി. അതെന്താണ്? ഇതിലൊരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക എന്നുള്ള വെല്ലുവിളി. ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകുവാൻ സാഹിത്യ തറവാട്ടിലെ കാരണവന്മാരായിരുന്ന ഇന്നലകളിൽ അറബികൾക്ക് സാധിക്കാത്തതുപോലെ സാഹിത്യ ലോകത്തെ പുതിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിലെ ഇസ്ലാം വിരോധികൾക്കും സാധിക്കുന്നില്ല. സത്യമാണത്. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ, അബദ്ധങ്ങൾ അതിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 82-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ വെല്ലുവിളിച്ചു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അതിൽ ഏതെങ്കിലും ഒരു വൈരുദ്ധ്യം പരിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനം വചനങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചാൽ പരിശുദ്ധ ഖുർആനിലെ 1000-ഓളം വരുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുന്ന വചനങ്ങളിൽ നിന്ന് ആ വചനങ്ങളിൽ ഏതെങ്കിലും ഒരു സൂക്ഷ്മമായ അബദ്ധം കണ്ടെത്താൻ കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായി ആ അബദ്ധം അവതരിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ മനുഷ്യലോകമേ പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുന്നു. ഈ ഖുർആൻ ദൈവികമല്ല എന്ന് സമ്മതിക്കുവാൻ ഖുർആൻ ഒരുക്കമാണ് എന്ന്. പരിശുദ്ധ ഖുർആനിനെ പോലെ വെല്ലുവിളിച്ചിട്ടുള്ള മറ്റേതൊരു ഗ്രന്ഥമാണുള്ളത് ചരിത്രത്തിൽ? പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുക തന്നെയാണ്. അതേ, ഒരു അബദ്ധമെങ്കിലും, ഒരു വൈരുദ്ധ്യമെങ്കിലും, ഒരു ചെറിയ തെറ്റെങ്കിലും, ഒരു സൂക്ഷ്മമായ അബദ്ധമെങ്കിലും പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുവാൻ സാധിക്കുമോ എന്ന്. അതേപോലെ തന്നെ കേവലം രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം മാത്രമല്ല ഇസ്ലാമിക ആദർശത്തിന്റെ അടിസ്ഥാന പ്രമാണം. മറിച്ച് ആ ഗ്രന്ഥമനുസരിച്ച് ജീവിച്ച് ചരിത്രത്തിന്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ ജീവിച്ച് മാതൃക കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ആ സുന്നത്ത് നീണ്ട 23 വർഷക്കാലഘട്ടം 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ചരിത്രത്തിന്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ ജീവിച്ച് കാണിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ റസൂലുള്ളാഹിയെ ചൂണ്ടിക്കൊണ്ട് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ ലോകത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ വചനത്തിലൂടെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ
നീണ്ട 23 വർഷക്കാലഘട്ടത്തിലെ പ്രവാചകന്റെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ടതുപോലെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ജീവിതം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത്രയും ശാസ്ത്രീയമായി, കൃത്യമായി, ക്ലിപ്തമായി രേഖപ്പെടുത്തപ്പെട്ട ജീവിതം. ആ ജീവിതം ഇതാ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു. വിമർശിക്കേണ്ടവരുണ്ടോ? ആ ജീവിതത്തെ നോക്കി വസ്തുനിഷ്ഠമായി വിമർശിക്കുവാൻ പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകന്റെ വ്യക്തി ജീവിതം വിമർശിക്കണമോ? പ്രവാചകന്റെ ലൈംഗിക ജീവിതം വിമർശിക്കണമോ? പ്രവാചകന്റെ കുടുംബ ജീവിതം വിമർശിക്കണമോ? പ്രവാചകന്റെ സാമൂഹ്യ ജീവിതം വിമർശിക്കണമോ? പ്രവാചകന്റെ ഗാർഹിക ജീവിതം വിമർശിക്കണമോ? പ്രവാചകന്റെ രാഷ്ട്രീയ ജീവിതം വിമർശിക്കണമോ? വിമർശിക്കേണ്ടവർക്ക് ടൂളുകൾ ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, സ്ഥൈര്യമുണ്ടെങ്കിൽ വസ്തുനിഷ്ഠമായ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശിക്കുവാൻ, ആ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് ആ തെളിവുകൾക്ക് മറുപടി കണ്ടെത്തുവാൻ പരിശുദ്ധ ഖുർആൻ തന്നെ വെല്ലുവിളിക്കുകയാണ്. ഖുർആനിൻ്റെതാണ് വെല്ലുവിളി. പക്ഷേ ആ വെല്ലുവിളികൾക്ക് ഉത്തരം നൽകാൻ ചരിത്രകാലഘട്ടത്തിൽ ഇതേവരെ ഒരുപാട് ആളുകൾ പരിശ്രമിച്ചിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ജീവിതത്തിൽ, ആ വിശുദ്ധ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പുഴുക്കുത്ത് വസ്തുനിഷ്ഠമായി സ്ഥാപിക്കുവാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങൾ വിമർശിച്ച ആളുകൾ തന്നെ ആത്മാർത്ഥമായി പഠിച്ചപ്പോൾ ആരെ വിമർശിച്ചുവോ അവരുടെ സ്തുതിപാഠകരായി മാറിയതായിട്ടാണ് ചരിത്രമുള്ളത്. നമുക്കറിയാമല്ലോ, പരിശുദ്ധ ഖുർആനിന്റെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പരിഭാഷകളിൽ ഒന്ന് മുഹമ്മദ് മാർമഡിയുക് പിക്താളിന്റെ പരിഭാഷയാണ്. മാർമഡിയുക് പിക്താൾ 1 നൂറ്റാണ്ടിന് മുൻപ് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ പഠിച്ച് ഖുർആനിനെ വിമർശിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുവാൻ, വസ്തുനിഷ്ഠമായി വിമർശിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച, അതിനുവേണ്ടി ഖുർആനിന്റെ ഭാഷ അറബി പഠിച്ച മാർമഡിയുക് പിക്താൾ എന്ന ഓറിയന്റലിസ്റ്റ് പണ്ഡിതൻ അറബി ഭാഷ പഠിച്ചു. പരിശുദ്ധ ഖുർആൻ വിമർശിക്കാൻ ഖുർആൻ വായിക്കാൻ തുടങ്ങിയപ്പോ സ്വയം വായിച്ച് വിമർശനിക്കുവാൻ വേണ്ടി വായിക്കുകയാണ്. പക്ഷേ അത് പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പൂർത്തിയാക്കുന്നതിനിടക്ക് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നാം പറയുന്നത്, വിമർശകരെ വിമർശിക്കുവാൻ വേണ്ടിയെങ്കിലും ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ ഒന്ന് പഠനവിധേയമാക്കൂ എന്ന്. പഠിക്കാതെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന്. ഈ അടുത്ത് നമ്മൾ കേട്ടതാണ്, ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാർട്ടൂൺ വിവാദത്തിന് ശേഷം, ഡെൻമാർക്കിലെ കാർട്ടൂൺ വിവാദത്തിന് ശേഷം പാശ്ചാത്യ ലോകത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് സ്വിറ്റ്സർലാൻഡിലെ ആന്റി മിനാരറ്റ് ക്യാമ്പയിൻ. ആ ആന്റി മിനാരറ്റ് ക്യാമ്പയിൻ എന്തിനു വേണ്ടിയായിരുന്നു? സ്വിറ്റ്സർലാൻഡിലാകെ 4 പള്ളികളാണുള്ളത്. ആ 4 പള്ളികൾ ഉൾക്കൊള്ളാവുന്നതിലധികം മുസ്ലിങ്ങളുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുസ്ലിം സംഘടനകൾ പള്ളികൾ കൂടുതൽ എടുക്കുവാൻ അനുവാദം ചോദിച്ചുകൊണ്ട് സർക്കാരിനെ സമീപിച്ചു. അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള സംഘടനകൾ ഉണ്ടായി. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം എന്നത് പ്രാകൃതത്വമാണ്, ഈ നൂറ്റാണ്ടിന് പറ്റാത്ത യാദർശമാണ്, ഈ സമൂഹത്തിന്, ആധുനിക സമൂഹത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ വിലങ്ങുതടിയായി നിൽക്കുന്ന വൃത്തികെട്ട സിദ്ധാന്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രതീകങ്ങളായ മിനാരങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ ഇനി ഉയരാൻ അനുവദിച്ചുകൂടാ. അതിന് സ്വിറ്റ്സർലാൻഡുകാരായ ആളുകൾ സംഘടിക്കണം. അതിനുവേണ്ടി ആ ആളുകളെ, ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച സ്വിറ്റ്സർലാൻഡിലെ പീപ്പിൾസ് പാർട്ടി ഓഫ് സ്വിറ്റ്സർലാൻഡ് എന്ന സംഘടന, ആ സംഘടനയുടെ ആന്റി മിനാരറ്റ് ക്യാമ്പയിന് നേതൃത്വം വഹിച്ചിരുന്ന ഡാനിയൽ സ്ട്രൈഷ് എന്ന് പറയുന്ന മനുഷ്യൻ, ആന്റി മിനാരറ്റ് ക്യാമ്പയിനോടനുബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടായപ്പോ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതവും പഠിക്കുവാൻ സന്നദ്ധമായത്. അത്ഭുതകരം, ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ 5ാമത്തെ പള്ളിക്ക് വേണ്ടിയുള്ള കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡാനിയൽ സ്ട്രൈഷ്. 5ാമത്തെ പള്ളിക്ക് വേണ്ടിയുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ. ഇസ്ലാമിന്റെ വിമർശനങ്ങളോട് ഇസ്ലാമും മുസ്ലിം സമൂഹവും ഒരിക്കലും പുറതിരിഞ്ഞു നിൽക്കുന്നില്ല. പക്ഷേ ലോകത്തുള്ള 130 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ സ്വന്തം ജീവനേക്കാൾ, സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം ഭാര്യാസന്താനങ്ങളെക്കാൾ, സ്വന്തം സഹോദരന്മാരെക്കാൾ, സ്വന്തം കച്ചവടത്തെക്കാൾ, സ്വന്തം വീടിനേക്കാൾ, സ്വന്തം കൂട്ടുകുടുംബാദികളെക്കാൾ,
സ്വന്തമായി എന്തൊക്കെയുണ്ടോ അതിനേക്കാളെല്ലാം അധികം ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ഏറ്റവും അധികം മനസ്സുകൾക്കകത്ത് വെച്ച് ആദരിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകന്റെ ഓരോരോ കാലടിപ്പാടുകളും അതേപോലെ അനുധാവനം ചെയ്യുവാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകനെ തെറി പറയാനും വൃത്തികെട്ട രീതിയിൽ തെറി പറഞ്ഞ് ആക്ഷേപിച്ച് നിന്ദിക്കുവാനും ലോകത്തൊരു സംസ്കൃത സമൂഹത്തിനും സാധ്യമല്ല. പക്ഷേ മതപ്രബോധനത്തിന്റെ പേരിൽ ഇന്ന് അതും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില സുഹൃത്തുക്കൾ. ആ സുഹൃത്തുക്കളുടെ ചെയ്തികൾക്ക് അവർക്ക് ന്യായീകരണങ്ങൾ എന്തുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിന്ദകൾക്ക് മുന്നിലും ഇസ്ലാം നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം പ്രവാചക നിന്ദക്കെതിരെയുള്ള നടപടികൾ എടുക്കുകയും അതേസമയം ഇസ്ലാമിക ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ള നിമിത്തങ്ങളായി, മാർഗങ്ങളായി ഏതേത് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ടോ അവയെ മുഴുവനും മാറ്റി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തേ ഈ വിവാദങ്ങൾക്ക് മുന്നിലുള്ളത്? എന്തേ ഈ വിവാദങ്ങളുടെ പിന്നിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാം, ആ മനുഷ്യർക്ക് മാർഗം കാണിക്കുന്ന ഇസ്ലാം, മനുഷ്യരുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വിഘാതമാകുമെന്ന് തിരിച്ചറിയുന്ന പൗരോഹിത്യം, തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളെ തകർത്ത് കളയുമെന്നറിയുന്ന മുതലാളിത്തം, ഇവർ രണ്ടു കൂട്ടരും കൂടിയുണ്ടാക്കുന്ന സംഗമം, ആ സംഗമത്തിന്റെ ഫലമായി ലോകവ്യാപകമായി തന്നെ ഇസ്ലാം തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണത്. ലോകത്ത് വ്യാപകമായി ഇസ്ലാം തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെതിരെ പുതിയ പുതിയ ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തലമറച്ചുകൊണ്ട് ഓരോ രാജ്യത്തിന്റെ പൗരന്മാരായി ജീവിക്കുവാൻ സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഫ്രട്ടേണിയറ്റിയെക്കുറിച്ച്, ഫ്രീഡത്തെക്കുറിച്ച് വലിയ വലിയ മുദ്രാവാക്യങ്ങൾ നടത്തുന്ന ഭരണഘടനയുടെ ശില്പികളുള്ള നാടുകൾ എന്ന് പറയുന്ന നാടുകൾ ആപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കലാലയത്തിലേക്ക് പഠിക്കുവാൻ സ്വന്തം സൗന്ദര്യമൊന്ന് മറച്ച് കലാലയത്തിന്റെ കവാടങ്ങൾക്കകത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാരും മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ആഹ്വാനകരുമായി സ്വയം പ്രതിഷ്ഠിച്ച ആളുകളൊന്നും സ്വരമുയർത്തിയില്ല എന്നുള്ളത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ പാഠങ്ങളിലൊന്ന്. ഇന്ന് കേരളത്തിലും അത് ആവർത്തിക്കുകയാണ്. എന്ത് ആവർത്തിക്കുവാൻ? ഇന്നലെ ഇസ്ലാം ഒരിക്കലും ഏറ്റവും അധികം മുസ്ലിങ്ങൾ വെറുക്കുന്ന വിവാഹപൂർവ്വ പ്രണയത്തെ ഇസ്ലാമിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാങ്കേതിക സംജ്ഞയുമായി, ജിഹാദുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണം. അതിനുശേഷം ചോദ്യപേപ്പറിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ച തമ്പുരാനെ കൊണ്ട് തന്നെ തെറി പറയിപ്പിക്കുവാൻ പരിശ്രമിച്ച മറ്റൊരു പരിശ്രമം വേറെ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വൃത്തികെട്ട രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതി അത് പ്രസിദ്ധീകരിച്ച് അത് വിതരണം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരത്തിലുള്ള ആത്മസംതൃപ്തി നേടുവാൻ വേണ്ടിയുള്ള മറ്റൊരു പ്രവർത്തനം. അതും കഴിഞ്ഞ് ശിരോവസ്ത്രമുടുത്തുകൊണ്ട് സ്വന്തം സൗന്ദര്യം മറച്ചുകൊണ്ട് കലാലയത്തിലേക്ക്, സ്കൂളിലേക്ക് ചെന്ന കുട്ടിക്ക് TC എഴുതി കൊടുത്ത് ശിരോവസ്ത്രം ഇവിടെ പറ്റില്ലെന്ന് പറയുന്ന, ശിരോവസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങാൻ പാടില്ലാത്ത ആളുകൾ നയിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. എവിടേക്ക് ലോകം പോകുന്നു? എവിടേക്ക് ജനാധിപത്യം പോകുന്നു? എവിടേക്ക് മതപ്രബോധനം പോകുന്നു? എന്തേ ഇതിന് കാരണം? ഏറെ പഠിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇസ്ലാമിക പ്രബോധകരെ അവരുടെ യഥാർത്ഥത്തിലുള്ള ഗുണകാംക്ഷയുടെ മാർഗത്തിൽ നിന്ന് മാർഗഭ്രംശം നടത്തി, യഥാർത്ഥ ഗുണകാംക്ഷയുടെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് കലാപകാരികളാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള ഗൂഢമായ പരിശ്രമങ്ങൾക്ക് കൃത്യമായ പ്ലാൻ തയ്യാറാവുകയും അത് നടപ്പാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സംഭവ വികാസങ്ങളിലൂടെ, അവയുടെ നാൾവഴികൾക്ക് നടുവിലൂടെ നടന്നു പോയാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനൽ ഹഖ്, അതെ, അവനാണ് സർവലോക രക്ഷിതാവായ തമ്പുരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദീനുൽ ഹഖുമായി, യഥാർത്ഥ മതവുമായി, സത്യമതവുമായി, തെറ്റുപറ്റാത്ത മതവുമായി, ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ലാത്ത ആദർശവുമായി, ഒരേ ഒരു മാർഗവുമായി, രക്ഷയുടെ ഒരേ ഒരു പാതയുമായി
പറഞ്ഞയച്ചിട്ടുള്ളവൻ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ലോകത്തെവിടെ മതമുണ്ടോ, ലോകത്തെവിടെ ദർശനമുണ്ടോ, ലോകത്തെവിടെ തത്വശാസ്ത്രമുണ്ടോ, ലോകത്തെവിടെ പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ, ആ പ്രത്യയശാസ്ത്രങ്ങളെ മുഴുവനും തത്വശാസ്ത്രങ്ങളെ മുഴുവനും മതങ്ങളെ മുഴുവനും ഏതേത് മനുഷ്യനിർമ്മിത ആദർശങ്ങളുണ്ടോ ആ ആദർശങ്ങളെ മുഴുവനും വെല്ലുവാൻ, അവയെ മുഴുവനും അതിജീവിക്കുവാനുള്ള ആദർശമാണിത് എന്നും ആ ആദർശത്തെ പടച്ച തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചതാണ് എന്നും ആ ആദർശത്തെ ലോകത്തിന് വഴി കാണിക്കേണ്ട, സമൂഹത്തിന് വഴി കാണിക്കേണ്ട, സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും വഴി കാണിക്കേണ്ട ഈ ആദർശത്തെ പച്ചയായി, സത്യമായി, കൃത്യമായി, സൂക്ഷ്മമായി പരിചയപ്പെടുത്തേണ്ട ബാധ്യത നാം നിർവഹിക്കേണ്ടതുണ്ട് എന്നും ഈ സമ്മേളനത്തിന്റെ ഒരു പ്രമേയമായി, ഒരു ആഹ്വാനമായി നാം എടുക്കേണ്ടതുണ്ട്. വിശേഷിച്ചും ഇപ്പോഴത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇതേ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയും കേരളക്കരയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇസ്ലാമിക ദഅവത്ത് നിങ്ങൾ എത്ര ശക്തിപ്പെടുത്തുന്നുവോ അതിനേക്കാൾ അധികം ശക്തിയോടുകൂടി ലോകത്തെവിടെയാണെങ്കിലും ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, മറിച്ച് ഇസ്ലാമിക പ്രബോധകരെ വഴിതിരിച്ചു വിടുവാനും അവരെ കലാപകാരികളാക്കി തീർക്കുവാനും അവരെ ഭീകരവാദികളായി അവതരിപ്പിക്കുവാനും അവരെ പ്രയാസപ്പെടുത്തുവാനും അവർക്ക് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സമയമില്ലാതാക്കി തീർക്കുവാനുമെല്ലാമുള്ള പരിശ്രമങ്ങൾക്ക് ആക്കം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആക്കം കൂടുമ്പോൾ ഈ ആദർശവുമായി, ഈ ആദർശം കയ്യിലേറ്റിക്കൊണ്ട് ഈ ആദർശത്തിന്റെ വിളക്കും വെളിച്ചവുമായി മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അതേ, ഈ അല്ലാഹുവിന്റെ പ്രകാശത്തെ സ്വന്തം വായ കൊണ്ട് ഊതിക്കെടുത്താമെന്ന് കരുതുന്ന ചിലരുണ്ട്. അവർ എത്ര കരുതിയാലും എത്ര വിചാരിച്ചാലും ഇല്ല, അള്ളാഹുവിന്റെ പ്രകാശത്തെ യൂതിക്കെടുത്തുവാൻ അവർക്ക് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സത്യനിഷേധികൾ എത്ര തന്നെ വെറുത്താലും ശരി, നമുക്ക് ആ പ്രകാശത്തിന്റെ വാഹകരാവുക, നമുക്ക് ആ പ്രകാശത്തിന്റെ യഥാർത്ഥത്തിലുള്ള വാഹകരാവുക, നമുക്ക് ആ പ്രകാശത്തെ ലോകത്തെ നയിക്കുവാൻ വേണ്ടിയുള്ള പ്രകാശമാക്കി തീർക്കുവാൻ നമുക്ക് മുന്നിൽ നടക്കുക. സമൂഹം നമുക്ക് പിന്നിൽ വരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മതം അക്രമമോ മതം അസഹിഷ്ണുതയോ ഭീകരവാദമോ തീവ്രവാദമോ അല്ലെന്നും മതം ഗുണകാംക്ഷയാണ്, തികഞ്ഞ ഗുണകാംക്ഷ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഒന്നടങ്കം ISMന്റെ ബാനറിൽ ഇത്തരമൊരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത്. അതിന്റെ ഭാഗമായി നടന്ന ഓരോ പരിപാടികളിലും നമ്മൾക്ക് ദൃശ്യമായ വർദ്ധിതമായ ജനക്കൂട്ടവും അമുസ്ലിങ്ങളായ ആളുകളടക്കം ഇതിനോട് കാണിച്ചിട്ടുള്ള മാനസികമായ ഐക്യദാർഢ്യവും എത്ര മഹത്തരമാണെന്ന് അതിനുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഏർപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ 2 കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച സന്ദേശ പ്രയാണം. ഒരുപാട് യാത്രകൾ നടക്കുന്ന കാലമാണ്. തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ യാത്രകൾ പലർക്കും ആവശ്യമായി വരും. കീശയിലുള്ള ഫണ്ട് കുറയുമ്പോൾ യാത്രകൾ പലർക്കും ആവശ്യമായി വരും. താൻ്റെ ഗ്രൂപ്പിന്റെ അംഗബലം പ്രഖ്യാപിക്കണമെന്നോ കാണിക്കണമെന്നോ തോന്നുമ്പോൾ ആളുകൾക്ക് യാത്ര ആവശ്യമായി വരും. ഇങ്ങനെ പല നിലക്കുള്ള യാത്രകൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കും കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കുമൊക്കെ തുരുതുര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർത്തും നിശബ്ദമായി, ബഹളങ്ങളില്ലാതെ, അച്ചടക്കപൂർണമായി പ്രതിപക്ഷ ബഹുമാനം പുലർത്തി ISMന്റെ പ്രവർത്തകരും പ്രഭാഷകരും നടത്തിയ യാത്ര കേരളത്തിലെ സന്ദേശ പ്രയാണങ്ങളുടെയും മാർച്ചുകളുടെയും യാത്രകളുടെയും ഒക്കെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമായി മാറി. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേരോട്ടമോടി ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും നാനാജാതി മതസ്ഥരായ ആളുകൾ ഇസ്ലാമിന്റെ സത്യസന്ദേശം ശ്രവിക്കുവാൻ, പൊതുപ്രഭാഷണങ്ങൾ പങ്കെടുക്കുവാൻ, ഏരിയ സമ്മേളനങ്ങളിൽ വിജയിപ്പിക്കുവാൻ വളരെ ആവേശത്തോടുകൂടിയും ഉത്സാഹത്തോടുകൂടിയും പങ്കെടുത്ത ആവേശകരമായ നമുക്കൊക്കെ സന്തോഷം തരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത്. അതിന്റെ പേരിൽ തന്നെയാണ് ഇതിന്റെ ഭാഗമായി നടന്ന എക്സിബിഷനുകൾ, പ്രദർശനങ്ങൾ. അത് എല്ലാ നിലക്കും പലപ്പോഴും നമ്മളെ എതിർക്കുമെന്നോ നമുക്ക് പാരവെക്കുമെന്നോ എന്ന് തോന്നുന്ന അവിടുത്തെ നമ്മുടെ പ്രതിയോഗികൾ പോലും ഏറ്റെടുത്തുകൊണ്ട് ആവേശത്തോടുകൂടി ഒരു മുസ്ലിം സമൂഹത്തിന്റെ പ്രാതിനിധ്യം അവകാശപ്പെടാൻ, മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുവാൻ അവകാശമുള്ളത് മുജാഹിദുകൾക്ക് തന്നെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാടും ചെമ്മാട്ടുമൊക്കെ നടന്ന നമ്മളുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷനുകൾ അതവിടെ തെളിയിച്ച സംഗതി അതാണ്.
ഇങ്ങനെ ഏറ്റവും സന്തോഷഭരിതമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇസ്ലാമിന് നേരെ ആരെല്ലാം എന്തെല്ലാം അജണ്ടകളും ആരോപണങ്ങളും അവരുടെ അടുക്കളയിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മുളയിലെ കണ്ടുപിടിച്ച് തകർക്കുവാനും ഗൂഢാലോചനകൾ തരിപ്പണമാക്കുവാനും പറ്റിയ ബുദ്ധിശേഷിയും ധിഷണയും പാണ്ഡിത്യവും തന്റേടവുമുള്ള പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ഉണ്ട് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെന്ന് തന്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന സംഭവ വികാസങ്ങളാണ് പത്തനംതിട്ടയിലും തൊടുപുഴയിലും ആലപ്പുഴയിലും ഒക്കെ നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ബോധ്യപ്പെട്ടത്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിന്റെ സമാപനമായി നടത്തപ്പെടുന്ന പ്രൗഢോജ്വലമായ സമ്മേളനത്തിലാണ് നാം ഓരോരുത്തരും അണിനിരന്നിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നട്ടലുള്ള ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രചാരകരാകാൻ, പ്രയോക്താക്കളാകാൻ തൗഫീഖ് തന്ന അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഹിദായത്തും അപ്രകാരം ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങളും പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അനുഭവിക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് മാത്രം സിദ്ധമാകുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വഴികണ്ട് നടക്കുക എന്നത് അവന് നൽകപ്പെടുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി യഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. തല കീഴാക്കി കാല് മുകളിലാക്കി നടക്കുന്ന ഒരുത്തനും രണ്ടു കാലിൽ നേരെ നടക്കുന്ന ഒരുത്തനും സമമാകുമോ? നേരായ മാർഗത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം നടന്നു നീങ്ങുന്നുവെങ്കിൽ, നേരായ വഴിയിലൂടെ ഒരാൾക്ക് നടക്കാൻ കഴിയുന്നുവെങ്കിൽ, സിറാത്തുൽ മുസ്തഖീമായ പാതയിലൂടെ ഒരു മനുഷ്യൻ നടന്നു നീങ്ങുന്നുവെങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ച സൗഭാഗ്യം രണ്ടുകാലിൽ തലയുയർത്തി നടക്കുന്നവന്റെ സൗഭാഗ്യമാണ്. കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തമായി ബോധ്യപ്പെട്ട് ഇഹവും പരവും ഒരുപോലെ വിജയപ്രദമാക്കി തീർക്കുവാൻ വേണ്ടി, ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടുവാൻ വേണ്ടി അവന്റെ ജീവിതത്തെ ബോധപൂർവം ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നന്മകളെ ആവാഹിച്ചും തിന്മകളെ പരിപൂർണമായും വർജിച്ചും ഏറ്റവും നല്ല മനുഷ്യനായി ഈ ലോകത്ത് അനുവദിച്ചു തന്ന ആ സമയം ചെലവാക്കുക എന്നത് ഒരു മഹാസൗഭാഗ്യമായി തന്നെ ഏതൊരു മനുഷ്യനും കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം മനുഷ്യരോട് ആഹ്വാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നന്മയുടെ പ്രചാരകരായി അവർ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ തിന്മയുടെ എതിരാളികളായി അവർ വർത്തിക്കണമെന്നതാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി, അവരുടെ പ്രത്യേകത, നന്മകൾക്ക് എല്ലാ നിലക്കുള്ള പ്രോത്സാഹനങ്ങളും നൽകുകയും തിന്മകളോട് പരിപൂർണമായും സമരം പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ് വിശ്വാസി സമൂഹം. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പ്രത്യേകത, അവരുടെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും
ബോധ്യപ്പെടുന്നതാണ്. ലോകത്ത് മനുഷ്യ സമൂഹത്തെ മലീമസമാക്കിയ സർവമാന ദുരാചാരങ്ങൾക്കെതിരെയും പ്രവാചകന്മാർ നിലകൊണ്ടു. മനുഷ്യ വിജയത്തിലേക്ക് ആവശ്യമായ സർവമാന സംഗതികളും പ്രവാചകന്മാർ ജനങ്ങളോട് കൽപ്പിച്ചു. പ്രബോധനത്തിന്റെ സുന്ദരമായ മേഖല അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഭാഗമായി അവർ തെരഞ്ഞെടുത്തു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അഴുക്കുചാലുകൾ സൃഷ്ടിച്ചുകൊണ്ട്, തീവ്രവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ദുരാചാരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പൗരോഹിത്യം കടന്നു വന്നിട്ടുണ്ട്. നാട്ടുപ്രമാണിമാർ കടന്നു വന്നിട്ടുണ്ട്. ഏറ്റവും മോശമായ സിദ്ധാന്തങ്ങളുമായി പലരും കടന്നു വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ അഴുക്കുചാലുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, ദുരാചാരങ്ങൾക്ക് പ്രസിദ്ധി നേടിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ, വിശ്വാസി സമൂഹം എക്കാലഘട്ടത്തിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം കേരള സമൂഹത്തിൽ കടന്നു വന്നത്. അതിന്റെ യുവജന വിഭാഗം രൂപപ്പെട്ടത്. ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ ധീരോദത്തമായ നിലക്ക് നമുക്കറിയാം ഈ സമൂഹത്തിന്റെ നാനാവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. ഈ യുവതയെ വിശ്വാസത്തിന്റെ, ഈമാനിന്റെ, തൗഹീദിന്റെ, സുന്നത്തിന്റെ സുന്ദരമായ മാർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. തീവ്രവാദം അത് പാടില്ല. ദുരാചാരം ഒരിക്കലും അത് മനുഷ്യർ സ്വീകരിച്ചുകൂടാ. അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പോയിക്കൂടാ. തന്നോടൊപ്പം കഴിച്ചുകൂട്ടുന്ന തന്റെ സഹപാഠികളുടെ മുന്നിൽ, തന്റെ ചുറ്റുപാടും താമസിക്കുന്ന തന്റെ അയൽവാസികളോട്, തന്റെ ബന്ധുമിത്രാദികളോട്, തന്റെ സ്നേഹിതന്മാരോട് നസീഹത്തിന്റെ മനസ്സോടെ, ഗുണകാംക്ഷയോടെ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം പറഞ്ഞുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ യുവജന വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിനും, അതുപോലെ അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന മുഴുവൻ ഉപസംഘടനകൾക്കും സാധിച്ചിട്ടുണ്ട് എന്നത് ഈ കേരള സമൂഹം അംഗീകരിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇടപെട്ട ഏതൊരു മേഖലയിലും പരിപൂർണമായ വിജയം നേടിക്കൊണ്ട് പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രസ്ഥാനം എന്തുകൊണ്ട് ഉയർത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നുസ്റത്ത്, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അലങ്കരിച്ച ഒരു സമൂഹമാണിത് എന്നതാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായത്തിന് ഈ സമൂഹം എന്തുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, തൗഹീദിന്റെ മാർഗത്തിൽ, ദഅവത്തിന്റെ മാർഗത്തിൽ മുഖം നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണിത് എന്നതാണ് ഈ സമൂഹത്തിന്റെ പ്രത്യേകത. ഭൗതികമായ അജണ്ടകൾക്കപ്പുറം, രാഷ്ട്രീയപരമായ നീക്കുപോക്കുകൾക്കപ്പുറം ഈ മനുഷ്യ സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി, ഇഹപര വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിച്ച ഒരു സമൂഹമാണിത് എന്നതാണ് ഈ മുജാഹിദ് സമൂഹത്തിന്റെ സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതൊരു രണ്ടാം തരം പണിയായി മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് കടന്നു വന്ന പലരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായത് ഈ സമൂഹത്തിന് പരമാവധി ദുഷ്പേര് വരുത്തിവെച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു അജണ്ട പോലും നിശ്ചയിക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന ഗതികേടിലാണ് ഇന്ന് ആ സമൂഹം എത്തി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതവരെ വിമർശിക്കാൻ വേണ്ടി കച്ചകെട്ടി പറയുന്നതാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതൊരു യാഥാർത്ഥ്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ കേരള സമൂഹം വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞു. സ്വയം ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട്, നാട്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്, ഗംഭീരമായി സമൂഹ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട്, ഞങ്ങൾ ലോകം തിരിഞ്ഞവരും ഈ കേരളത്തിന്റെ ടാവട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്തവരുമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അജണ്ട നഷ്ടപ്പെട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ കണ്ണിൽ കണ്ട സമരപ്പന്തലുകളിൽ അഭയം തേടേണ്ട ദുർഗതി ആ സമൂഹത്തിനുണ്ടായി. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾക്ക് ഇന്ന് ആകെ അഭയമായിട്ടുള്ളത്, ആകെ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പരമാവധി കള്ളപ്രചരണങ്ങൾ നടത്തുക, യുവത്വത്തെ പോലും തലതിരിച്ചു വിട്ടുകൊണ്ട്
ഈ ഇസ്ലാമിക സമൂഹത്തിനും ഈ പ്രബോധക സമൂഹത്തിനും എതിരായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്ന ദുരവസ്ഥ അവരിൽ പ്രകടമായി നമുക്ക് കാണാൻ കഴിയുകയാണ്. എന്ന് മാത്രമല്ല, ഈ അടുത്ത സമയത്ത് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ക്രൈസ്തവനായ ഒരു സഹോദരൻ, ആ ക്രൈസ്തവനായ സഹോദരൻ വിശുദ്ധ ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കി, വിശുദ്ധ ഇസ്ലാമിലെ സുന്ദരമായ ആദർശം മനസ്സിലാക്കി, താൻ അത്രയും കാലം നിലകൊണ്ടുവന്ന മേഖലയുടെ ആശയ പാപ്പരത്വം മനസ്സിലാക്കി, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കടന്നു വന്നതിനു ശേഷം പ്രവാചകനെതിരെ ഒരു പുസ്തകം എഴുതിയത് കണ്ടപ്പോൾ, ഇസ്ലാമിനെതിരെ ഒരു പുസ്തകം എഴുതിയത് കണ്ടപ്പോൾ അതിലെ പരാമർശങ്ങൾ മഹാമോശമാണ് എന്ന് മനസ്സിലാക്കി, ഒരു സാംസ്കാരിക സമൂഹം ഒരിക്കലും ഉൾക്കൊള്ളാത്തതാണെന്ന് മനസ്സിലാക്കി, ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യത്ത് പ്രചരിപ്പിക്കാൻ പാടില്ലാത്തതാണെന്ന് മനസ്സിലാക്കി, ആ പുസ്തകത്തിനെതിരെ ഇവിടുത്തെ കോടതികളെ സമീപിച്ചുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം സ്വന്തമായി ആഗ്രഹിക്കുകയും കേരളത്തിലെ ഒരുവിധപ്പെട്ട സംഘടനകളെ അദ്ദേഹം സമീപിക്കുകയും ചെയ്തു. സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്ലാമിക സമൂഹത്തിനെതിരെ ഒരു പുസ്തകം ഇവിടെ പുറത്തിറങ്ങി. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമാക്കിക്കൊണ്ടൊരു പുസ്തകം ഇവിടെ പുറത്തിറങ്ങി, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് എടുത്തു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പല സംഘടനകളെയും സമീപിച്ച കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ സമീപിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ പറഞ്ഞത്, ഇല്ല, ഞങ്ങളും അതിന്റെ പ്രചാരകരാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഏത് പുസ്തകത്തിന്റെ പ്രചാരകർ? ക്രൈസ്തവ മിഷണറി അച്ചടിച്ച് പുറത്തുവിടുകയും അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുകയും പ്രവാചകനെ നിന്ദിക്കുകയും ചെയ്ത പുസ്തകത്തിന്റെ പ്രചാരകരാകാൻ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി മാറി എന്ന് മാത്രമല്ല, അവരുടെ പ്രസിദ്ധീകരണം താളുകൾ അനുവദിച്ചുകൊണ്ട് ആ പുസ്തകത്തിന് പ്രചാരം കൊടുത്തു. എം അക്ബർ സാഹിബിനെ പോലെയുള്ള ദേവാരംഗത്ത് സജീവമായി ഇടപെടുന്ന ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു സംഘടനകൾ നടത്തുമ്പോൾ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ പോലെ നട്ടലുള്ള ഒരു ആദർശ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയുവാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങൾക്ക് തുറന്നു പ്രഖ്യാപിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ കൊണ്ട് തകരുന്നതല്ല അള്ളാഹുവിന്റെ മതമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ വിജയം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉന്നമനം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല. ഈ സംഘടനയെ നയിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കൂലങ്കഷമായി ആലോചിച്ച് വളരെയധികം ചിന്തിച്ച് ഭൗതികമായ മേഖലകളെ കുറിച്ച് പഠിച്ചറിഞ്ഞൊരു പുതിയ സിദ്ധാന്തം ആവിഷ്കരിച്ച് അതുവഴി ഉണ്ടാക്കിയ മുന്നേറ്റമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം. നേരെ മറിച്ച് വലതു കൈയിൽ ഖുർആനും ഇടതു കൈയിൽ സുന്നത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കേരളത്തിലെ മനുഷ്യ മക്കളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ പരിവർത്തനമാണ് കേരളത്തിന്റെ മാറ്റത്തിന് വഴിത്തിരിവായിട്ടുള്ളതെങ്കിൽ ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മുന്നേറ്റത്തെ പിടിച്ചു കിട്ടാൻ സോൾഡാരിറ്റി കുട്ടികൾ മുഴുവൻ അണിനിരന്നാലും സാധിക്കുകയില്ല എന്ന് തിരിച്ചറിവുണ്ടാകണം. ആ സോൾഡാരിറ്റി കുട്ടികൾ ക്രൈസ്തവ മിഷണറിക്ക് പിൻബലം നൽകി ഒന്നിച്ചു വന്നാലും ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മുന്നേറ്റത്തെ തടുത്തു നിർത്താൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അസിസ്റ്റന്റ് അമീറിന്റെ അടിക്കുറിപ്പ്, കൊച്ചിയിൽ നടന്ന ഒരു പ്രഭാഷണം, അബ്ദുൽ നാസർ മഅദനി പങ്കെടുത്ത ഒരു പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ക്രൈസ്തവ മിഷണറി പ്രവർത്തകർ എഴുതിയ പുസ്തകം എടുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ തീവ്രവാദവും അതുപോലെ തന്നെ സാമുദായിക ഐക്യവും തകർക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനമാണെന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇസ്ലാമിക സമൂഹത്തെ തകർക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ സാമ്രാജ്യത്വ ശക്തികളുമായി കൂട്ടുകൂടുന്ന ഈ പ്രവർത്തനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി രണ്ടാമതായി സ്വീകരിച്ച ഒരു അജണ്ട, ആ അജണ്ടയായിരുന്നു കള്ളപ്രചരണം. എന്താണ് കള്ളപ്രചരണം? എന്താണ് കള്ളപ്രചരണം? മുജാഹിദ് പ്രസ്ഥാനവും മുസ്ലിം ലീഗും ഖാദിയാനികളും കൂട്ടുചേർന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുവാൻ വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് എന്ന്. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ആരൊക്കെ? മുജാഹിദുകള്, മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ഖാദിയാനികൾ. ഇതാരാ പറയുന്നത്?
ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകളല്ല. നേരെ മറിച്ച് സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ ആരിഫ് അലി നടത്തിയ പ്രസ്താവനയാണ്. എല്ലാ പ്രസ്താവനയിൽ കാണുന്നത് കേരളത്തിൽ ചില മുസ്ലിം സംഘടനകൾ സാമ്രാജ്യത്വത്തിന്റെ ചട്ടുകങ്ങളായി മാറുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലി. സാമ്രാജ്യത്വം എന്ന വാക്കില്ലായിരുന്നെങ്കിൽ ഇവരുടെ ഗതിയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോകത്ത് സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു പ്രയോഗം കടന്നു വന്നിട്ടില്ലായിരുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. സാമ്രാജ്യത്വത്തിന്റെ ഉൽപ്പന്നമായ ഖാദിയാനിസം കേരളത്തിലെ മുസ്ലിം മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ സംഘടനകൾ സഹായം ചെയ്യുന്നു. ഈ നിലപാട് മുസ്ലിം സമൂഹത്തിന് എന്ത് ഗുണം ചെയ്യുമെന്നതിനെ പറ്റി സംഘടനകൾ ആലോചിക്കണമെന്നും ആരിഫ് അലി ആവശ്യപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി തിരുവനന്തപുരം ജില്ലാ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്രാജ്യത്വത്തിന്റെ പ്രധാന ഉന്നം ലോകമെമ്പാടും വളരുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ്. ഇസ്ലാമിക മുന്നേറ്റം തകർക്കുവാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായി സാമ്രാജ്യത്വം രൂപപ്പെടുത്തിയതാണ് ഖാദിയാനിസം. ഇത് ഇസ്ലാമിന് പുറത്താണെന്ന് ലോക മുസ്ലിം പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് അബുൽ അല മൗദൂദിയുടെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ അബുൽ അല മൗദൂദി സാഹിബ് ഒരു പുസ്തകം എഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഖാദിയാനിയാകുമായിരുന്നു. ലോക മുസ്ലിങ്ങൾ ഖാദിയാനിയാകുമായിരുന്നു. കാരണം ഖാദിയാനിസം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ലോക മുസ്ലിം മനസ്സിലാക്കിയത് അബുൽ അല മൗദൂദിയുടെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് സാക്ഷാൽ അമീർ ആരിഫ് അലി സാഹിബ് പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം തുറന്നു പറയുന്നത് സാമ്രാജ്യത്വം ഏറ്റവും അധികം ഭയക്കുന്ന ജിഹാദും ഖിലാഫത്തും തകർക്കാനുള്ള അവരുടെ ശ്രമമാണ് ഇതോടെ പൊളിഞ്ഞത്. ഖാദിയാനിസത്തിനെതിരായ മൗദൂദിയുടെ നിലപാടുകൾ സാമ്രാജ്യത്വത്തെയാണ് ഏറെ ചൊടിപ്പിച്ചത്. എത്ര സാമ്രാജ്യത്വമാണ്, വാചകത്തിൽ മുഴുവൻ സാമ്രാജ്യത്വം. എന്നിട്ട് പിന്നെ അവസാനം പറയുന്നത് കേട്ടോളൂ, ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഖാദിയാനികൾ കേരളത്തിൽ നൽകിയ കേസും ഈ ശത്രുതയുടെ തുടർച്ചയാണ്. ഈ കേസിൽ മുസ്ലിം ലീഗും കേരള നദൂത്തുൽ മുജാഹിദീനും ശരീഅത്ത് വിരുദ്ധരായ ചില മുസ്ലിം എഴുത്തുകാരും കൂട്ടുചേർന്നതായി കേസ് കൊടുത്തയാൾ തന്നെ എഴുതിവിട്ടിരിക്കുന്നു. ഇയാൾ ഇത്രത്തോളം ലോകം തിരിയാത്തൊരു മനുഷ്യനാണ് എന്ന് ഈ പ്രസ്താവന വായിച്ചിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ മാന്യ സഹോദരങ്ങളെ? കാരണം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരാണ് കേസ് കൊടുത്തത് എന്നറിയാൻ എത്രയെത്ര അളവുകളുണ്ട് ഇവിടെ, എത്രയെത്ര മാർഗങ്ങളുണ്ട് ഇവിടെ. എനിക്കെതിരെ ഒരാൾ കേസ് കൊടുത്താൽ ആരാ സാറേ കേസ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല, കുറച്ചാളുകൾ കേസ് തന്നിട്ടുണ്ട് എന്നാണോ? നിങ്ങൾക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണോ? അല്ല. ആരാ കേസ് കൊടുത്തത് എന്ന് ഇവിടെ അറിയാൻ ഒരുപാട് മാർഗമുണ്ടായിട്ട് ഇതൊന്നും അറിയാത്ത മട്ടത്തിൽ കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ ആരിഫ് അലി പരസ്യമായി പത്രപ്രസ്താവന നടത്തുമ്പോൾ എന്ത് സംഘടനാ സംസ്കാരമാണ് നിങ്ങൾ പുലർത്തുന്നത് എന്ന് ആത്മാർത്ഥമായും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വേദിയിൽ നിന്നുകൊണ്ട് ചോദിക്കേണ്ടി വരുന്നു. അത് ഞങ്ങൾ ഒരുക്കിയത് കൊണ്ടല്ല, അതിന് നിങ്ങൾ അവസരമൊരുക്കിയത് കൊണ്ടാണ്. എന്ത് പ്രാസ്ഥാനിക സംസ്കാരമാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത്? എന്ത് മാന്യതയാണ് നിങ്ങൾക്കുള്ളത്? ഈ കേരള സമൂഹത്തിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ഈ ഇസ്ലാമിക സമൂഹത്തെ മുസ്ലിം സംഘടനകളെ പ്രതിക്കൂട്ടിൽ നിർത്തി കള്ളപ്രചരണങ്ങൾ നടത്തുന്ന സംസ്കാരം, ആ സംസ്കാരം ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ ജമാഅത്തെ ഇസ്ലാമി? അല്ല. ആ പ്രസ്ഥാനം 1941 രൂപപ്പെട്ട് ഇന്ന് വരെ ഈ മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1941 അബുൽ അല മൗദൂദി രൂപം കൊടുത്ത ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ മുസ്ലിം സമൂഹത്തെ ദ്രോഹിച്ച ഒരു പാരമ്പര്യമല്ലാതെ, ഈ മുസ്ലിം സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു പാരമ്പര്യമല്ലാതെ, ഈ മുസ്ലിം സമൂഹത്തെ ബൽസിച്ച ഒരു പാരമ്പര്യമല്ലാതെ, ഈ മുസ്ലിം സമൂഹത്തിന്റെ കുത്തിരി പിടിച്ച് ആക്ഷേപിച്ച ഒരു പാരമ്പര്യമല്ലാതെ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ എന്ത് പാരമ്പര്യമാണ് പറയാനുള്ളത്? ഇന്ത്യ രാജ്യത്ത് എന്ത് പാരമ്പര്യമാണ് പറയാനുള്ളത്? എന്തെങ്കിലും ഒരു പാരമ്പര്യം പറയാനുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ നവോത്ഥാനത്തിന്റെ കുത്തക തങ്ങളുടെ മേലും വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ലേഖനം എഴുതുമ്പോൾ കൂട്ടത്തിൽ എഴുതുന്നത് വക്കം മൗലവി ഞങ്ങളോടൊപ്പമായിരുന്നുവെന്നാണ്. വക്കം മൗലവി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്നു എന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ലേഖനം. കാരണം എന്താ? ആരെങ്കിലുമൊക്കെ എടുത്തു പറയാൻ ഉള്ളവരെല്ലാം മുജാഹിദുകളോടൊപ്പമാണ്. ഒരൽപ്പം അഡ്രസ് ഉള്ളവർ അവര് മുജാഹിദ് പ്രസ്ഥാനത്തിന് നായകത്വം നൽകിയവരാണ്. അതുപോലെ ആ പണ്ഡിതന്മാര്, നേതാക്കന്മാര് ഞങ്ങൾക്ക് കൂടി പങ്കിട്ടു തരണമെന്ന ഒരാഗ്രഹം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാകും. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഒരു നല്ലത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തത് എടുത്തു പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാതെ പോയി. അക്ഷരം പഠിക്കാൻ കലാലയങ്ങളിലേക്ക് പോയ മുസ്ലിം സമൂഹത്തെ നോക്കിയിട്ട് ബൽസിച്ചു, ആക്ഷേപിച്ചു. താഹൂത്തി കലാലയങ്ങൾക്ക്
അടിമപ്പെട്ടുകൊണ്ട് സിദ്ധാന്തങ്ങൾ പേറിക്കൊണ്ട് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചുകൊണ്ട് താഗൂത്തി ഗവൺമെന്റിന്റെ കീഴിൽ അടിമപ്പണി നടത്താൻ പോകുന്ന രാഷ്ട്രീയ ശിർക്കിന്റെ ആളുകളാണ് എന്ന് വാദിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഒരു കാലഘട്ടത്തിൽ ആക്ഷേപിച്ചുവെങ്കിൽ ഇന്ന് അവിടെ നിന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് മാറി. ശവത്തിൽ കുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് മാറി. ആ മാറ്റം ഞങ്ങൾ കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. എങ്ങനെയാ മാറിയതെന്ന് ചോദിച്ചാൽ ഇന്നൊരുപാട് മാറ്റമുണ്ടാക്കി, പുതിയ പുതിയ മാറ്റങ്ങൾ തേടി അവസാനം സമൂഹത്തിന്റെ മുന്നിൽ ഒരു മാന്യത കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ നിളയുടെ തീരത്ത് മുസ്ലിം വനിതകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് മുളയിൽ കയറ്റി നിർത്തുക, എന്നിട്ട് സ്ത്രീ ശാക്തീകരണമാണ് പോൽ. മുസ്ലിം മഹിളകളെ മുളയിൽ കയറ്റി നിർത്തിയാൽ അത് സ്ത്രീ ശാക്തീകരണമാണെന്ന് ആര് പറഞ്ഞു? ആരിഫ് അലി സാഹിബേ, ആര് പറഞ്ഞു? എന്നിട്ട് കേരള സമൂഹം തിരിഞ്ഞു നോക്കിയോ നിങ്ങളെ? കേരള സമൂഹം തിരിഞ്ഞു നോക്കിയോ നിങ്ങളെ? ഇല്ല. കയ്യിലുള്ള പത്രവും അതുപോലെ തന്നെ എഴുതാൻ വേണ്ടി കൂലി കൊടുത്തേൽപ്പിച്ചിട്ടുള്ള ചില ആളുകളും നിരന്തരമായി എഴുതി കിട്ടും. കേരള സമൂഹം നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങളെ പരിപൂർണമായി ഉൾക്കൊണ്ടോ? ഇല്ല. നിങ്ങളുടെ അജണ്ട തിരിച്ചറിഞ്ഞു കേരള സമൂഹം. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനോ അല്ലെങ്കിൽ അടുത്ത വരാനുള്ള ഇലക്ഷനുകളിലോ അതേ സ്ത്രീകൾക്ക് കൊടുക്കാനിരിക്കുന്ന സംവരണം കണ്ടുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ കളി നാലാംകിട രാഷ്ട്രീയക്കാരന്റെ കള്ളക്കളി മാത്രമായിരുന്നു. ആ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിളയുടെ തീരത്ത് മുസ്ലിം മഹിളകളെ വിളിച്ചു വരുത്തി മുളയിൽ കയറ്റിയത് എന്ന് ഈ സമൂഹം തിരിച്ചറിഞ്ഞു. അവർ മനസ്സിലാക്കി. നിങ്ങളെ പുച്ഛിച്ചു, മാറ്റി നിർത്തി. ഇല്ലേ? അതിന് മുജാഹിദ് പ്രസ്ഥാനം എന്ത് പിഴച്ചു? മുജാഹിദ് പ്രസ്ഥാനം എന്ത് പിഴച്ചു? എന്തിനാണ് ഈ കള്ളാരോപണം? എന്നിട്ടോ ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തിയ കളികൾ, ചതിയുടെ കളികൾ, വഞ്ചനയുടെ കളികൾ എത്ര വ്യക്തമാണ്, എത്ര ശക്തമാണ് മാന്യ സഹോദര. ചിന്തിക്കണം. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മാസികകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ തീവ്രവാദത്തിന്റെ വിത്തുപാകിയെങ്കിൽ പുതിയ നൂറ്റാണ്ടിൽ അക്ഷര ഫാസിസത്തിന് എല്ലാ നിലക്കുമുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നേറ്റം നേടിക്കൊടുക്കുവാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രം കേരള ശബ്ദം, ആ കേരള ശബ്ദത്തിന്റെ താളുകൾ ജമാഅത്തെ ഇസ്ലാമി വലിയ മസവാക്കി. എന്ന് മാത്രമല്ല, ഈ കേരള ശബ്ദത്തിൽ വന്നു എന്താണെന്നല്ലേ പ്രതികരണ വേദി, പേരെന്തായാലും അവരെല്ലാം ഒന്ന് എന്ന് പറയുന്ന ലേഖനം. മുജാഹിദികളും മുസ്ലിം ലീഗും അപ്രകാരം തന്നെ ഖാദിയാനികളും കൂട്ടുചേർന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് കേസ് കൊടുത്തു, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കേസ് കൊടുത്തു എന്ന് തിരുവനന്തപുരത്ത് പോയി കള്ളക്കണ്ണീരൊലുക്കി അമീർ അലി പ്രസ്താവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി ആയുധമാക്കിയത് അബ്ദുസമദ് വാഴക്കാല എന്ന് പറയുന്ന ഒരാൾ എഴുതി എന്ന് പറയപ്പെടുന്ന പേരെന്തായാലും അവരെല്ലാം ഒന്ന് എന്ന ലേഖനം. ഈ ലേഖനം ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമാണ്. അതിലെ പരാമർശങ്ങൾ ഏതോ ഒരു ഖാദിയാനി എഴുതുകയാണ്. എന്ത്? അതെ, ഞങ്ങളും മുജാഹിദികളും മുസ്ലിം ലീഗും എല്ലാം ചേർന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് 7/2/2010 ഇറങ്ങിയ കേരള ശബ്ദമാണെങ്കിൽ ദാ ഉടൻ തന്നെ ഇറങ്ങുന്നു. എന്ത്? മലയാളം. എപ്പോഴാ ഇതിറങ്ങിയത്? അതേ മാസം 12-ന്. ഇത് 7-ന്, ഇത് 12-ന്. ഇത് നോക്കുമ്പോൾ മറ്റൊരു കത്ത്, മൗലിക വാദത്തിന്റെ മരണമണി എന്ന പേരിൽ മുഹമ്മദ് കമ്രാൻ എറണാകുളം എന്ന് പറയുന്ന ഒരാൾ എഴുതിയ കത്ത്. ഈ കത്തിലും നോക്കുമ്പോ മുഹമ്മദ് കമ്രാൻ ഖാദിയാനി തന്നെ. മുഹമ്മദ് കമ്രാൻ ഖാദിയാനി തന്നെ. ഈ ഖാദിയാനികളായ ഞങ്ങളും മുസ്ലിം ലീഗും മുജാഹിദുകളും ചേർന്ന് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ 2 കത്തുകൾ പുറത്തു വന്നപ്പോൾ ഈ കത്തുകളെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രചരണം തുടങ്ങി. കണ്ടില്ലേ ഞങ്ങൾക്കെതിരെ സാമ്രാജ്യത്വ ശക്തികൾ ഒന്നിച്ചിരിക്കുകയാണ്. കാര്യമെന്താ? ഞങ്ങൾ ബുഷിനോട് ഗോബാക്ക് പറയുന്നു. അതുകൊണ്ട് ബുഷിനോട് ഗോബാക്ക് പറഞ്ഞ കാരണത്താൽ ഞങ്ങളോടുള്ള വിരോധം തീർക്കാൻ ജോർജ് ബുഷ് അമേരിക്കയിൽ നടത്തുന്ന കളികളാണിതെല്ലാം ഞങ്ങൾക്കെതിരെ. ആരിഫ് അലി സാഹിബിനെ പോലുള്ള ആളുകൾ കേരളത്തിലെ ഏതോ ഒരു സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ജോർജ് W ബുഷിനോട് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാ പ്രസംഗിക്കുന്നത്. അത് ആ സാറ് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്ന് മൂപ്പർക്ക് അറിയില്ല. ഇവര് പറഞ്ഞു കേട്ടാൽ ഇപ്പൊ വൈറ്റ് ഹൗസിൽ സജീവ ചർച്ച ആരിഫ് അലി സാഹിബിനെ കുറിച്ചും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ കുറിച്ചും എന്നൊക്കെയാണ്. ആരാ സാറേ ഇത് പറഞ്ഞത്? എവിടുന്ന് ആരാ നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത്? അപ്പൊ സാമ്രാജ്യത്വ കുത്തകകൾ, ആ കുത്തകകളായ ഖാദിയാനികൾ, കൂട്ടത്തിൽ മുസ്ലിം ലീഗ്, അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനം.
ഈ കേരള ശബ്ദത്തിൽ വന്ന വാചകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആരിഫ് അലി സാഹിബിനെ പോലുള്ള ആളുകൾ അടക്കം പ്രചരിപ്പിക്കുമ്പോ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഈ കള്ളപ്രചരണത്തിൽ സാധുക്കളായ മുത്തഫിക്കുകളെയും കൂടി ചേർക്കുവാനുള്ള ശ്രമമാണ് പിന്നെ നടത്തിയത്. അങ്ങനെയുണ്ടല്ലോ, മുത്തക്കികളായി നടിക്കുന്ന മുത്തഫിക്കുകളായ ആളുകൾ അവസാനം അവരുടെ പ്രചരണം കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇത് മുനാഫിക്കിന്റെ അടയാളാണ്. കാരണം കളവ് പറഞ്ഞാൽ അത് മുത്തഫിക്കായാലും ഇനി അതല്ല മറ്റൊരാളാണെങ്കിലും അത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ അടയാളമല്ല, അത് മുനാഫിക്കിന്റെ അടയാളമാണ്. പക്ഷേ ആ കളവ് പറയിച്ചത് ആര്? ഒരു സംസ്ഥാന നേതൃത്വം തന്റെ അണികളെ കുറിച്ച് അനുയായികളെ കൊണ്ട് കളവ് പറയിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഉപദ്രവം എന്താണ്? ഈ കള്ളപ്രചരണത്തിനിടയിൽ ആ സാധു അറ്റാക്ക് വന്ന് മരിച്ചാലുള്ള അവസ്ഥ എന്താ ചിന്തിച്ചിട്ടുണ്ടോ? ജമാഅത്ത് നേതൃത്വത്തിന്റെ കള്ളപ്രചരണത്തിൽ അകപ്പെട്ടുകൊണ്ട് ഓരോ ജമാഅത്തുകാരനും അത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ് മരിച്ചാൽ ഉള്ള അവസ്ഥ എന്താ? അതിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഹിറാ സെന്ററിന്റെ സീല് വെച്ചുകൊണ്ട് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അനുയായികൾക്ക് അയച്ചു കൊടുത്ത കോപ്പിയാണിത്. ഇതങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടി അത് വരും. ഭയങ്കര കേഡർ സ്വഭാവമൊക്കെയാണെന്ന് ശരിയാണ്, പക്ഷെ കേഡറിന് കുറച്ച് ഊട്ടയൊക്കെ ഉണ്ട്, ആ പുറത്ത് ചാടും. എന്താ ഇതുള്ളത്? ഹിറാ സെന്ററിന്റെ സീല് വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അനുയായികൾക്ക് അയച്ച കോപ്പിയാണ്. എന്തിന്റെ കോപ്പി? കേരള ശബ്ദത്തിന്റെ കോപ്പി. അതുകൊണ്ട് അവസാനിച്ചില്ല, ഉടനെടുത്തു വാള്. എന്ത് വാള്? പടവാള്. എവിടെയാ പടവാള്? പ്രബോധനത്തിൽ. എന്താ പ്രബോധനത്തിൽ? നോക്കൂ എത്ര വട്ടമാണ് എഴുതിയത്. ആദ്യം ഇതിൽ എഴുതിയത് നോക്കൂ, 15ാമത്തെ പേജിൽ. ആ 15ാമത്തെ പേജിൽ ജിഹാദും പ്രവാചകത്വ പരിസമാപ്തിയും പിന്നെ ഖാദിയാനികളും. ഇതിൽ ഈ കളവ് ആവർത്തിക്കുകയാണ്. എന്താ പറയുന്നത്? അതേ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് ഞങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചിലരും ചേർന്നാണെന്ന ഒരു ഖാദിയാനി അനുയായികളെ വെളിപ്പെടുത്തലോടെയാണ് മലയാളം വാരിക ഈ ഗൂഢാലോചന പുറത്തുവിട്ടത് എന്നാണ്. കണ്ടോ, ഈ ഗൂഢാലോചന പുറത്തായി, മലയാളം വാരികയുടെ പുറത്തായി. കാര്യം എന്താ? ഈ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഖാദിയാനികളോടൊപ്പം കൂട്ടുകൂടി. ഒരു ലേഖനം കൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചില്ല. നേരെ മറിച്ച് പ്രബോധനത്തിൽ തന്നെ മറ്റൊരു ഭാഗമുണ്ട്. ഇതിന്റെ 23ാമത്തെ പേജിൽ വളരെ വ്യക്തമായി ഇതിന്റെ ടൈറ്റിൽ തന്നെ സലഫി ലീഗ് ഖാദിയാനി ഭായി ഭായി എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സംഘടന ചെയ്യുന്ന ഈ സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരത. സലഫി ലീഗ് ഖാദിയാനി ഭായി ഭായി എന്ന ലേഖനം അതുകൊണ്ട് അവസാനിക്കുന്നില്ല. നേരെ മറിച്ച് ദാ പിന്നെയും വരികയാണ്. എവിടെ? അതേ പ്രബോധനം തന്നെ. ഖാദിയാനികളുടെ ദിവാസ്വപ്നം ചോദ്യോത്തരം. ഏതോ ഒരു സാധുവിന് അങ്ങ് ജിദ്ദയിലുള്ള ആളാ, മൂപ്പർക്ക് ഇതിനെ കുറിച്ച് അറിയാഞ്ഞിട്ട് ഇരിപ്പുറക്കണില്ല. അങ്ങനെ വേഗം തന്നെ വിവരം അറിയാൻ വേണ്ടി പ്രബോധനത്തിലേക്ക് കത്ത്, അതിന് മറുപടി. ഖാദിയാനികളുടെ ദിവാസ്വപ്നം. പിന്നെ അങ്ങോട്ട് തുടർലേഖനങ്ങളാണ്. ഇതെല്ലാം ആ രൂപത്തിൽ പുറത്തു വന്നു. ഔദ്യോഗികമായ ലേഖനങ്ങൾ എഴുതി. മാധ്യമം എന്ന് പറയുന്ന ദിനപത്രം അതിന്റെ താളുകൾ ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്തു. അവസാനം പ്രബോധനം എന്ന് പറയുന്ന ഈ വാരിക തുറന്നാൽ അതിന്റെ ആദ്യ താളുകളിൽ തന്നെ 2 പേജ് കാണാം. കത്തുകൾ എന്നാണ് അതിന്റെ മുകളിൽ എഴുതി വെച്ചത്. പക്ഷേ അതിൽ പലപ്പോഴും കുത്തുകളെ ഉണ്ടാകും. കുത്തുകൾക്ക് വേണ്ടി കത്തുകൾ എന്ന് പറഞ്ഞിട്ട് ലോകത്തില്ലാത്തൊരാള് നിലവിലുള്ള സ്ഥലം അതുണ്ടെങ്കിൽ പിന്നെ എന്തും എഴുതാം. നിലവിലില്ലാത്തൊരാളുടെ പേരിൽ നിലവിലുള്ള ഒരു സ്ഥലം കൂടി ചേർത്ത് പിന്നെ എന്തും എഴുതി എതിരാളികളെ കുത്തിമലർത്താൻ വേണ്ടി കത്തുകൾ എന്ന പേരിൽ ഈ പ്രബോധനം അനുവദിച്ചിട്ടുള്ള 2 പേജുകളിലൂടെ എത്രയോ തവണ ഈ നുണ ആവർത്തിച്ചു, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. പണ്ടൊരു ഗീബൽസ് എന്ന് പറഞ്ഞ ആളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അയാളുടെ പണി എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നുണ പറയും, എന്നിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയും. ഈ സാധു വിചാരിക്കുന്നത് നുണയാവർത്തിച്ചാൽ അത് സത്യമാകുമെന്നാണ്. സാക്ഷാൽ ആ ഗീബൽസ് പോലും നാണിച്ചു പോകും ജമാഅത്തെ ഇസ്ലാമിയുടെ മുന്നിൽ. ഇത് പറയാൻ കാര്യം എന്താ? ലോകത്തൊരു കള്ളപ്രവാചകൻ കടന്നു വന്നു എന്ന് കള്ളം പറഞ്ഞവരാണ് ഖാദിയാനികൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു പ്രവാചകനുണ്ട് എന്ന് ലോകത്തോട് കള്ളം വിളിച്ചു പറഞ്ഞ ഖാദിയാനികൾ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ കള്ളം കേട്ട് ഞെട്ടി. ഇത് സത്യദൂതൻ. ആരുടെ സത്യദൂതൻ? ഖാദിയാനികളുടെ സത്യദൂതൻ. ആ ഖാദിയാനിയുടെ സത്യദൂതൻ വളരെ വിഷമത്തോടെ എഴുതുകയാണ് ഇതിൽ. എന്താണെന്നറിയോ?
ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകര സിദ്ധാന്തങ്ങളെ അഹമ്മദിയ ജമാഅത്ത് എതിർക്കാറുണ്ട്. അതിന് ഞങ്ങളെ കാഫറാക്കുന്ന മറ്റു മുസ്ലിം കക്ഷികളുടെ സഹായമോ രഹസ്യ കൂട്ടുകെട്ടോ അഹമ്മദിയ ജമാഅത്തിന് ആവശ്യമില്ല. കണ്ടോ, അവര് തന്നെ വളരെ ദയനീയമായി പറയാം, ഞങ്ങളെ കാഫറാക്കുന്നവരോടൊപ്പം ഞങ്ങൾ ഒരിക്കലും കൂടാൻ പോയിട്ടില്ല. പിന്നെന്ത് ഈ കളവാണ് ഈ ജമാഅത്തുകാരൻ പറയണത്? കാദിയാരി പോലും അങ്ങനെ പറയണമെങ്കിൽ ജമാഅത്തുകാരാ നിന്റെ അവസ്ഥ എന്താ എന്ന് മാത്രമല്ല, അവസാനം ഉറങ്ങിക്കിടന്ന കാദിയാനെ ഇക്ലിട്ടുണർത്തിയിട്ട് അടി വാങ്ങിയാര് ജമാഅത്തുകാരൻ. എന്നിട്ട് എന്താ ഇതിൽ പറയുന്നത്? വളരെ വ്യക്തമായി ഇതിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എന്താ പറയുന്നത്? അതെ, അഹമ്മദികൾ തങ്ങളെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഊരന്മേൽ ആലുമുളച്ചതിൽ അഭിമാനിച്ചു നടന്ന ഉളുപ്പില്ലാത്തവന്റെ കഥയാണ് ഓർമ്മ വന്നത് എന്നാ. വല്ല ആവശ്യമുണ്ടോ ആ കാദിയാരുടെ കയ്യിൽ നിന്ന് കേൾക്കാൻ? വല്ല ആവശ്യമുണ്ടോ? അപ്പൊ കള്ളപ്രചരണം നടത്തി കള്ളക്കാദിയാനിയെ പോലും ഞെട്ടിച്ചു ആര്? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് മുഹമ്മദ് കമ്രാനും അബ്ദുസമദും കാദിയാനികളാണ്. ആ കാദിയാനികൾ തന്നെ ഇത് വ്യക്തമാക്കി എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തോട് ജമാഅത്തെ ഇസ്ലാമി ചെയ്ത മറ്റൊരു അപരാധം കൂടി പുറത്തു വരികയാണ്. കാര്യമെന്താ? ആരാ മുഹമ്മദ് കമ്രാൻ? ആരാണ് അബ്ദുസമദ് വാഴക്കാല? എറണാകുളം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു പ്രദേശമാണല്ലോ. ഈ ജമാഅത്തിന്റെ ഭാഷയിൽ ഠാവട്ടത്തിലുള്ള കേരളത്തിന്റെ ഒരു നടുഭാഗമായി വരുന്ന ഒരു ഭാഗമാണ് എന്ത്? ഈ എറണാകുളം എന്ന് പറയുന്ന ജില്ല. ആ ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ആളാണ് മുഹമ്മദ് കമ്രാനും അബ്ദുസമദ് വാഴക്കാലയും. ഇനി അതല്ല, ആ എറണാകുളം ജില്ലയിൽ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നതിനിടയിൽ വളരെ ന്യൂനപക്ഷമായി എണ്ണിയെടുക്കാൻ കഴിയുന്ന കാദിയാനികളും അവിടെയുണ്ട്. കേരള ജമാഅത്തെ ഇസ്ലാമി എന്ന കേഡർ സംഘടനയുടെ കേരളത്തിലെ അമീറായ ആരിഫ് അലി സാഹിബിനോട് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ചോദിക്കുന്നു, നട്ടലുണ്ടെങ്കിൽ അത് ഏറ്റെടുക്ക്. എറണാകുളം ജില്ലയില് അബ്ദുസമദ് വാഴക്കാല എന്ന ഒരു കാദിയാനിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? മുഹമ്മദ് കമ്രാൻ എന്ന ഒരു കാദിയാനിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? കേരളത്തിന്റെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുകയല്ലേ? അങ്ങനെ ഇടപെടുമ്പോൾ ലോക വിവരം അത്യാവശ്യം വേണമല്ലോ, ഇടപെടാനുള്ള സാമർഥ്യം വേണമല്ലോ. ആ സാമർഥ്യം ഉപയോഗപ്പെടുത്തുമോ? കണ്ട ആദിവാസികൾക്കിടയിൽ കയറി ചെന്നുകൊണ്ട് അവർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയിട്ട് ഒരു കയ്യിലൊരു കുടവും അതിൽ നിറയെ വെള്ളവുമായി അവരെ പറ്റിക്കുന്നതിന് മുമ്പ് ആ കാപട്യം മുസ്ലിം സമൂഹത്തിനിടയിൽ ചെലവാക്കി സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കടന്നു വരാമെന്ന് ജമാഅത്തെ ഇസ്ലാമി വിചാരിക്കുന്നുവെങ്കിൽ അവർ നടത്തിയ ഈ കള്ളപ്രചരണം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്ന നിലയിൽ ആ സംഘടനയുടെ അമീറായി ആരിഫ് അലി സാഹിബ് നിലകൊള്ളുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണം തെളിയിക്കുവാൻ വേണ്ടി എറണാകുളം ജില്ലയിൽ കാദിയാനികൾക്കിടയിൽ അബ്ദുസമദ് വാഴക്കാല എന്ന മുഹമ്മദ് കമ്രാൻ എന്ന ഒരു കാദിയാനിയെ കാണിച്ചു തരാൻ അതേ അമീർ മുതൽ താഴേക്കടയിലുള്ള അനുഭാവികൾ വരെയുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കില്ല. കള്ളപ്രചരണം, പച്ചനുണ, പച്ചക്കളവ് കേരളത്തിൽ പ്രചരിപ്പിച്ചു. ആരാ മുഹമ്മദ് കമ്രാൻ? മുഹമ്മദ് കമ്രാൻ എന്ന് പറയുന്ന ഒരാള് എറണാകുളം ജില്ലയിലുണ്ട്. അദ്ദേഹം യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ, അല്ല നിങ്ങൾ കാദിയാനി ആയിട്ടുണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും? അദ്ദേഹം പറഞ്ഞു, ഞാൻ കാദിയാനികളെ കണ്ടിട്ട് പോലുമില്ല. എന്താണ് ഈ സാധനം? കാദിയാനികൾ, അദ്ദേഹം സാമൂഹികമായ പ്രശ്നങ്ങൾ ഇടപെട്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ച മലയാളം വാരികയിൽ വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ എഴുതി എന്താണ്? വ്യാജക്കത്ത്. ഇത്തോടത്തെ മലയാളം വാരികയിൽ അത് കാണാം. ജമാഅത്തെ ഇസ്ലാമി ഇത് കാണൂല. എന്താ ഇതിലുള്ളത്? കത്തുകൾ എന്ന പട്ടിയിൽ മൗലികവാദത്തിന്റെ മരണമണി എന്ന കത്ത് മുഹമ്മദ് കമ്രാൻ എറണാകുളം എന്ന പേരിൽ വ്യാപകമായി പ്രചരിക്കുന്നത് കണ്ടു. ഇത്തരത്തിലുള്ള ഒരു കത്ത് ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എഴുതിയിട്ടില്ല. അങ്ങനെ പറയാൻ കാര്യമുണ്ട്. കാര്യം വെച്ചാൽ ഇദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമി നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജമാഅത്തുകാർ പറയും അറിയാതെ എഴുതിയതായിരിക്കും. അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായി എഴുതി, ഇത്തരത്തിലൊരു കത്ത് ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എഴുതിയിട്ടില്ല. മാത്രമല്ല ഈ കത്തിന്റെ കോപ്പി ഹിറ സെന്റർ കോഴിക്കോട് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് കമ്രാൻ എറണാകുളം. ഇതാണ് ജീവിച്ചിരിക്കുന്ന ഒരു മുഹമ്മദ് കമ്രാൻ. ഇനി അദൃശ്യ ലോകത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ പറയുന്ന പോലെ ആലമുൽ ഗൈബ് എന്ന് പറയുന്ന ലോകമുണ്ട് എന്നാണ്. അദൃശ്യാത്മാക്കൾ. അങ്ങനെ വല്ല കമ്രാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഹാജരാക്കേണ്ടതാണ്.
ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അതുകൊണ്ട് അവസാനിക്കുന്നില്ല. മുഹമ്മദ് കമ്രാൻ, ആ മുഹമ്മദ് കമ്രാന്റെ അവസ്ഥ അതാണെങ്കിൽ പിന്നുള്ളത് അബ്ദുസമദ് വാഴക്കാലയാണ്. ആ അബ്ദുസമദ് വാഴക്കാല കാദിയാനിയാണോ മാന്യ സഹോദരങ്ങളെ? ആണോ? ആണെങ്കിൽ കാദിയാനിയായ ഒരു അബ്ദുസമദ് വാഴക്കാലയെ പുറത്തു കൊണ്ടുവാ ജമാഅത്തുകാരാ, പുറത്തു കൊണ്ടുവാ. അങ്ങനുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഈ അബ്ദുസമദ് വാഴക്കാല എന്ന് പറയുന്ന ആള് കാദിയാനികൾക്കെതിരെ ലേഖനം എഴുതിയ ആളാണ്. കാദിയാനികൾക്കെതിരെ പടപ്പുറപ്പാട് നടത്തിയ ആളാ. ഇത് വെറുതെ പറയല്ല, ഇന്നലെ എഴുതിയതല്ല. നേരെ മറിച്ച് 2007 അൽബലാഗ് മാസിക, തബ്ലീഗാർ മാസിക, കാര്യം ചെയ്യുന്ന നാളെ മുജാഹിദാണ് എന്ന് പറഞ്ഞു നടക്കണ്ട. തബ്ലീഗാർ അൽബലാഗ് മാസിക, അതിന്റെ 3 ലക്കം 2007 സെപ്റ്റംബർ, അതുപോലെ തന്നെ 2007 നവംബർ, 2007 ഒക്ടോബർ, 3 ലക്കങ്ങളിലായി കാദിയാനികൾക്കെതിരെ ലേഖനം എഴുതിയ ആളാണ് അബ്ദുസമദ് വാഴക്കാല. കാദിയാനികളുടെ വിചിത്രവാദങ്ങൾ എന്ന പേരിൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. കാദിയാനികൾക്കെതിരെ ലേഖനം എഴുതിയ ഒരു അബ്ദുസമദിനെ കാദിയാനിയായി ചിത്രീകരിക്കാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ തൊലിക്കെട്ടിയെ പ്രശംസിച്ചാൽ തീരുമോ? വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ബോധപൂർവമുള്ള കള്ളപ്രചരണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി അവരെഴുതി ഇറക്കിയ ഒരു നോട്ടീസിലും ഈ കഥ പറയുന്നുണ്ട്. കാദിയാനികളോടൊപ്പം കൂടി മുജാഹിദുകൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു, മുജാഹിദുകൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചതി കൂടിയുണ്ട്. അതെന്താ ചതി? ലോകത്ത് ഇത്രയൊക്കെ മനുഷ്യന്മാരുണ്ടായിട്ട് എന്റെ അബ്ദുസമദ് വാഴക്കാലയും മുഹമ്മദ് കമ്രാനെയും മാത്രം തെരഞ്ഞുപിടിച്ച് ജമാഅത്തെ ഇസ്ലാമി ആക്രമിച്ചത്? അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. എറണാകുളം ജില്ലയിലെ, എറണാകുളം സിറ്റിയിലെ മദീന മസ്ജിദ് എന്ന പേരുള്ള ഒരു പള്ളി, ആ പള്ളി പിടിച്ചടക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ചില കുതന്ത്രങ്ങൾ നടത്തി. അതിന്റെ ഭാഗമായി അവിടുത്തെ മുത്തവല്ലി സ്ഥലത്തില്ലാതിരുന്ന ഒരു ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ ഒരു ജില്ലാ നേതാവ് പള്ളിയിൽ കയറി വിളിച്ചു പറഞ്ഞു, ഇവിടെ നിലവിലുള്ള മുത്തവല്ലിക്ക് സുഖമില്ല, ശാരീരിക പ്രയാസമായതിനാൽ ഞങ്ങളാണ് ഈ മുതൽ മുത്തവല്ലി, ഞാൻ തന്നെയാണ് മുത്തവല്ലി. അങ്ങനെ സ്വയം മുത്തവല്ലിയായി. സ്വാഭാവികമായും ആ ജുമാ കഴിഞ്ഞപ്പോൾ അസ്വാരസ്യമുണ്ടായി. നിങ്ങൾ എന്താണ് നിലവിലൊരു മുത്തവല്ലി ഉള്ളപ്പോൾ ഇങ്ങനെ കയറി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത്? അസ്വാരസ്യങ്ങൾ ഒന്നും തള്ളുണ്ടായി. അടുത്ത വെള്ളിയാഴ്ച ആ ട്രസ്റ്റ് അംഗങ്ങൾ തീരുമാനിച്ചു, ഇനി ഈ പണി ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു ഹത്തീബിനെ അവിടെ കൊണ്ടുവന്നു. വന്ന് നോക്കുമ്പോ നിലവിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഹത്തീബ് 11 മണിക്ക് മിമ്പറിൽ, ബാങ്ക് കൊടുത്തിട്ടില്ല, കയ്യിലൊരു മൊബൈൽ വിളിച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളോട് സംസാരിച്ച് മദീന മസ്ജിദിന്റെ മിമ്പറിൽ വെള്ളിയാഴ്ച ദിവസം 11 മണിക്ക് തന്നെ ഹത്തീബ് കയറിക്കൂടി. പ്രശ്നമായി, അടിയായി, ബഹളമായി. സോൾഡാരിറ്റി കുട്ടികൾ കമ്പിപ്പാറയും കടാരയുമായി പള്ളിക്കകത്തൊത്തുകൂടി. ഇതൊക്കെ ഞങ്ങൾ പറയേണ്ടി വന്നത്. സുബ്ഹാനല്ലാഹ്, 100 കണക്കിന് കാര്യങ്ങൾ വേറെ പറയാനുള്ളപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ നിങ്ങൾ ദുഃഖിക്കരുത്. ഇത് നിങ്ങൾ ഒരുക്കിയ വേദിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, പള്ളിയിൽ അടിയും ബഹളവും ഉണ്ടായി. എത്രത്തോളം പറയാൻ പ്രയാസമുണ്ട്, ഞാനത് പറയുന്നില്ല. വൃദ്ധനായ ഒരു മനുഷ്യൻ, ആ പള്ളിയിൽ വന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ, നമുക്കറിയാം പലവിധ അടവുകൾ ലോകത്തുണ്ടെങ്കിലും ലോകത്ത് ആയോധന കലകളിൽ ഇന്ന് വരെ പരിചയമില്ലാത്തൊരു പുതിയ അടവ് വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പയറ്റി എന്ന് മാത്രമല്ല, പ്രായം ചെന്ന ആ മനുഷ്യന്റെ പ്രായം പോലും മാനിക്കാതെ അദ്ദേഹത്തിന്റെ വൃഷ്ണം പിടിച്ചൊടച്ചു എന്ന് ആ വ്യക്തി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതൊരു പക്ഷേ നമ്മൾ പറയുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർ നിഷേധിക്കും. പക്ഷെ തെളിവുള്ള കാര്യമാണ്, ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അനുഭവിച്ചവൻ ഇവിടെ ഉണ്ട്. ഇത്രമാത്രം മോശമായ ഇടപെടലുകൾ. ഹത്തീബിനെ ഉന്തികിട്ടു, അടിച്ചു, പ്രഹരിച്ചു. ആ സമയത്ത് ആ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ആളാണ് ഈ അബ്ദുസമദ് വാഴക്കാല എന്ന് പറയുന്ന ആള്. നാട് നീളെ ഇറങ്ങി നടന്നിട്ട് മാന്യതയുടെ മുഖം മൂടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഈ ജമാഅത്തുകാരന്റെ ക്രൂരമുഖം വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കണ്ടപ്പോ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സ് നൊമ്പരപ്പെട്ടു, വേദനിച്ചു. എന്ത് തോന്നിയമാസമാണ് ജമാഅത്തുകാരൻ ഈ കാണിക്കുന്നത്? അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കേസ് കൊടുത്തു. ഞാൻ സാക്ഷിയാണ് ഇതിന്, ഞാൻ കണ്ടതാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നായാട്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം. അദ്ദേഹം കേസ് കൊടുത്തു. ഈ അബ്ദുസമദ് വാഴക്കാല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദിന്റെ ആളൊന്നുമല്ല. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ക്രൂരത കണ്ട് നമസ്കരിക്കാൻ വന്ന ഒരാളാ.
കണ്ടപ്പോ സ്വാഭാവികമായും പ്രയാസം തോന്നി കേസ് കൊടുത്തു. അപ്പോൾ അതിനെതിരെ ജമാഅത്തെ ഇസ്ലാമി സത്യവാങ്മൂലം നൽകി. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങളെങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരെ എതിർക്കുകയാണ്. ഞങ്ങൾക്ക് പള്ളി തിരിച്ചു തരണം, ഒരിക്കലും കോടതി ഇത് സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ഈ പള്ളി അഥവാ മദീന മസ്ജിദ് ഒരിക്കലും വഖഫ് ബോർഡിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എറണാകുളം വഖഫ് ട്രിബ്യൂണൽ ഒരിക്കലും ഈ കേസ് സ്വീകരിക്കാൻ പാടില്ല, ഈ കേസ് ഒരിക്കലും എടുക്കാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ജമാഅത്തെ ഇസ്ലാമി. കാരണം ഞങ്ങളുടെ പള്ളി വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വഖഫ് ട്രിബ്യൂണൽ ഒരിക്കലും ഇത് ചർച്ച ചെയ്യരുത്, കേസ് എടുക്കരുത്. പക്ഷെ ഹൈക്കോടതി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, രജിസ്റ്റർ ചെയ്താലും രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും, വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്താലും രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും പള്ളിയാണോ? അതെ, എങ്കിൽ അവിടെ ചർച്ച ചെയ്താൽ മതി. അതുകൊണ്ട് മതിയാകാതെ ജമാഅത്തെ ഇസ്ലാമി സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ആ പള്ളി എറണാകുളം പള്ളിയുടെ കേസ് എറണാകുളം വഖഫ് ട്രിബ്യൂണലിൽ വന്നിട്ടുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവെച്ചുകൊണ്ട് പറഞ്ഞു, ശരി തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിഷമിക്കേണ്ട, അവിടെ തന്നെ കൈകാര്യം ചെയ്താൽ മതി. അവസാനം ജമാഅത്തെ ഇസ്ലാമിക്ക് പള്ളിയിൽ കയറാനുള്ള അവകാശം ഇല്ലാതായി.